ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാത്രം കാലിയാകുന്നതേ അറിയില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ദോശയോടും അപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം, എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നും നോക്കാം കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായി കാണുന്ന ഈ ചീരയ്ക്ക് സാധാരണയായി പറയുന്ന പേര് സാമ്പാർ ചീരയെന്നും ഇതിന് വഷള ചീരയെന്നും പറയാറുണ്ട് കേട്ടോ. നല്ല പച്ച നിറമുള്ള നല്ല കരുത്തോടു കൂടി നിൽക്കുന്ന ഇലകളാണ് ഇതിനുള്ളത് കേട്ടോ. നല്ല തണ്ടും ഇതിൻ്റെ വഴുവഴുപ്പുള്ള ഒരു ചെടി കൂടിയാണ് ഇലകൾക്കും തണ്ടിനുമൊക്കെ. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. പറമ്പിലൊക്കെ ധാരാളമായി ഇത് കാണുന്നതാണ്. അപ്പോൾ ഞാനത് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തക്കാളിയും സവാളയും പിന്നെ ഞാൻ 2-3 ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഗ്യാസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാമ്പാർ പരിപ്പാണ് കേട്ടോ. സാമ്പാർ പരിപ്പും അതിനോടൊപ്പം തന്നെ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായി കഴുകിയെടുത്ത് ഞാനൊരു കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടി നമുക്കതിലിട്ട് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ശകലം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ 3 വിസിൽ കേട്ടാൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാം. കണ്ടില്ലേ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനായിട്ട് അതിൻ്റെ കൂട്ടുകൾ തയ്യാറാക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മുളക് പൊടിയും സാമ്പാർ പൊടിയും കായപ്പൊടിയും മല്ലിപ്പൊടിയും ശകലം കേട്ടോ. പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കടുകും വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കൂടെ ഇട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. ചുമ്മാതെ പറയുകയല്ല, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. വേറെ ഒന്നും വാരി വലിച്ചിടേണ്ടതായിട്ടില്ല. പച്ചക്കറിയായിട്ട് ഇത്രയും കൂട്ടുകൾ മതിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.